ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അണ്ണാസ് കോർണർ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഓണത്തിന്റെ അടുത്ത റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇല്ലങ്ങളിലും മനകളിലും ഒക്കെ പണ്ടുണ്ടാക്കിയിരുന്ന ഒരു പ്രത്യേക തരം സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കാളനുമായിട്ടാണ്. വളരെ ടേസ്റ്റിയാണ്. തൈര് ഇതിനകത്ത് തിളപ്പിക്കുന്നൊന്നുമില്ല. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുമ്പേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ ഓൾ എന്നുകൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ: നന്നായിട്ട് പഴുത്ത ഒരു ഏത്തയ്ക്ക ചെറുതായിട്ട് മുറിച്ച് വെച്ചത്, 3 കപ്പ് അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങ, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, ഒരു ചുവന്നുള്ളി, 1.5 കപ്പ് തൈര്, കറിവേപ്പില, ചെറിയുള്ളി ചെറുതായിട്ട് നുറുക്കിയത്, 2 വറ്റൽമുളക്, കടുക്, 1/4 ടീസ്പൂൺ ജീരകം, ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 നുള്ള് ഉലുവപ്പൊടി, നെയ്യ് കൂടെ ചേർക്കുക. ഇത്ര മാത്രമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി ചെറിയുള്ളി നുറുക്കിയതും ചേർത്ത് കൊടുക്കുക, തേങ്ങ ചേർത്ത് കൊടുക്കുക, അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ജീരകവും ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് മാറ്റി വെച്ചേക്കാം. ചൂടായി വരുന്ന പാനിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയിടും. സ്റ്റിർ ചെയ്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കും. ഒരുപാട് അങ്ങ് ഫ്രൈ ആയിട്ട് വരണ്ട, നന്നായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം. അപ്പം നമ്മൾ അതേ പാനിൽ തന്നെ, നെയ്യൊന്നും കളയുന്നില്ല, അതേ പാനിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചച്ചുവ മാറുന്നിടം വരെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട്, അരപ്പിൻ്റെ പാത്രത്തിലുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ ആ പച്ചച്ചുവ മാറുന്നിടം വരെ താളിച്ചു കൊടുക്കാം. കുക്ക് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് പച്ചച്ചുവയ്ക്ക് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ഏത്തക്കയുടെ പീസസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏത്തക്ക ഒരുപാട് പഴുത്തു പോയതല്ല, സാധാരണ പഴുത്തിരിക്കുന്ന ആ ഒരു കണ്ടീഷനുള്ള ഏത്തക്കയാണ്. അപ്പോൾ അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊരു 2 മിനിറ്റ് മാത്രം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ ഏത്തക്കയുടെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരാനും അരപ്പൊക്കെ ഏത്തക്കയിലോട്ടൊന്ന് പിടിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ഇത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തൈര്, സ്പൂൺ കൊണ്ട് മാത്രം ഉടച്ചെടുത്ത തൈര്, നമ്മൾ മിക്സിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, മിക്സിയിലിട്ട് തൈര് ഉടയ്ക്കരുത്. കട്ടിയായിട്ടുള്ള ഈ തൈര് ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. തൈര് ചേർക്കുമ്പോഴത്തേക്കിനും ഫ്ലെയിം ഓഫ് ചെയ്തിടുക. എന്നിട്ട് നമ്മൾ അതെടുത്ത് മാറ്റി വെക്കുന്നു. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നു. ഇതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ചേർക്കുന്നില്ല, നെയ്യാണ് ചേർക്കുന്നത്. അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. 2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ട് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നു, വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നു, വറ്റൽമുളക് ഒന്ന് ഒടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നു, ചെറുതായിട്ട് നുറുക്കിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നു, കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നു, നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നു. ഓണത്തിൻ്റെ എല്ലാ ഡിഷസും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം നന്നായിട്ട് വഴന്ന് നല്ല മൂത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല മണമാണ് നെയ്യിലതൊക്കെ മൂത്ത് കഴിയുമ്പോൾ. ഇപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 മിനിറ്റ് നിർത്തിയിട്ട് പോകരുത്. നമ്മളിതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്ന എണ്ണ കിടന്ന് മൂത്തോളം. നമുക്ക് എന്നിട്ട് നമ്മൾ ഈ താളിപ്പ് നമ്മുടെ കാളിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തൊന്ന്
എടുത്ത് അടച്ചു വെക്കുക. കുറച്ച് നേരത്തേക്ക് ആ മണമൊക്കെ അതിലേക്കൊന്ന് ഇറങ്ങി വരട്ടെ. അത്ര മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്നും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും തിരുവോണത്തിന്റെ ആശംസകൾ നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് എൻ എസ് കോർണർ.